ഒരു രൂപ കയ്യിൽ നിന്ന് മുടക്കാണ്ട് നിങ്ങളൊരു മഹീന്ദ്ര താർ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പുതിയ വണ്ടി ആകെ 13 ഓടി സിംഗിൾ ഓണർ ആണ്. ഇത് ഏറ്റവും ഫുൾ ആണോ? 22 വണ്ടി. 22 ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ VXI ഡീസലാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് MG വരുന്നത്. 2022 മോഡൽ, 2023 രജിസ്ട്രേഷൻ. അടിപൊളി, ഏറ്റവും പുത്തൻ വണ്ടിയാണ്. 10,000 കിലോമീറ്റർ. മെയിൻ ആയിട്ട് പറയേണ്ടത് ഡീസലാണ്. 10,000 ഓടിയിട്ടുള്ളൂ. 10,000 കിലോമീറ്റർ. ഇതിനൊരു പ്രത്യേകത ഉണ്ടോ? അതായത് റിച്ച് ഓട്ടോമാറ്റിക് CVT വരുന്ന വണ്ടിയാണ്, പെട്രോൾ അല്ലേ? ഇത് XV ആണല്ലേ പറഞ്ഞത്? അതുകൊണ്ട് തന്നെ കീ സെൻട്രിയും ബട്ടൺ സ്റ്റാർട്ടും വരും കേട്ടോ. ഇതിന്റെ ഏറ്റവും പുതിയ വണ്ടിയാണ് കേട്ടോ. ഇത് ഏതാ മോഡല്? 2022 11ാം മാസം വണ്ടി, സിംഗിൾ ഓണർ, ഡീസൽ വണ്ടിയാണ്. ഡീസലാണ്, അടിപൊളി. ബ്രസ പെട്രോൾ സ്മാർട്ട് ഹൈബ്രിഡ്, അടിപൊളി. പിന്നെ ആ ഇന്നോവേന്റെ ഒരു ലോണിന്റെ കാര്യം പറയാൻ മറന്നുപോയി. ഒരു രൂപ കൊണ്ടുവരണ്ട കേട്ടോ. ഇന്നോവ നിങ്ങൾക്ക് ഫുൾ ലോണിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പ്രൊഫൈൽ പക്കയാണെങ്കിൽ അല്ലേ? വേറെ ആർക്കും തരില്ല കേട്ടോ ഓഫർ. നമ്മുടെ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞു വരുന്നവർക്ക് മാത്രമേ തരുള്ളൂ, അല്ലാത്തവർക്ക് ഒന്നും ഓഫർ ഇല്ല. ലതീഷ് ചേട്ടാ, അപ്പൊ നമ്മൾ ഇൻട്രോയിൽ ഇപ്പൊ ഫസ്റ്റ് നമ്മളൊന്നും കാണൂല, വണ്ടി മാത്രമേ കാണുള്ളൂ. ഒരു ബെഡ് ജില്ല് വണ്ടി കൊണ്ടല്ലേ നമ്മൾ പോകുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു കിഡിലൻ സാധനം, അതെ അതെ അതെ, ഒരു കിഡിലൻ സാധനമാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കണ്ണൂരാണ് കേട്ടോ. കണ്ണൂരുള്ള നമ്മുടെ A1 ന്യൂസ് വ്യൂവേഴ്സ് അല്ലേ, നമ്മുടെ ലതീഷ് ചേട്ടൻ്റെ ഷോറൂമിലാണ് വന്നിട്ടുള്ളത്. ഇന്ന് നിങ്ങളിവിടെ കാണിക്കാൻ വേണ്ടി ഒരുപാട് വണ്ടികളുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇത് ഈ ഒരു സാധനം ഉള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. ഇത് കയറി വരുമ്പോൾ ഒരു ലുക്ക് നിങ്ങൾ എന്തായാലും കണ്ടല്ലോ. എന്തായാലും കിടിലൻ വണ്ടി അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. അതായത് ഈ ഒരു ബഡ്ജറ്റിൽ ഇരുന്ന് വളരെ ലോ ബഡ്ജറ്റ് വരെയുള്ള വണ്ടികളുണ്ട്, എല്ലാ ശ്രേണിയിലെ വണ്ടികളുണ്ട്. അതെ, ആ എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഇവിടെ വരുന്നത് പയ്യന്നൂർ കോളേജ് റോഡിലാണ്, തൊട്ടടുത്ത് തന്നെ പയ്യന്നൂർ കോളേജിന്റെ മെയിൻ ഹൈവേയിൽ. അതായത് പയ്യന്നൂരാണ് എക്സാക്ട് സ്ഥലം. കോളേജ് കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പോൾ ഹൈവേ തന്നെ റൈറ്റ് സൈഡ്. ഓക്കെ, അതായത് നമ്മൾ കാസർഗോഡേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ്, കാസർഗോഡ് നിന്ന് വരുമ്പോൾ കോളേജ് എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡ്. പിന്നെ നമ്പറും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമുക്ക് ഇവിടെ വന്നെത്താം. ഓക്കെ, നല്ല കുറേ വണ്ടികൾ കാണാം, ഇഷ്ടംപോലെ ലോ ബഡ്ജറ്റ് വണ്ടിയുണ്ട്, വലിയ വണ്ടിയുണ്ട്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് റീൽസ് വരുന്നുണ്ട്. ഫേസ്ബുക്കിൽ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോട്ടോ, കാരണം എല്ലാവരിലേക്ക് എത്തുമല്ലോ. നല്ല വണ്ടി ആഗ്രഹിക്കുന്നവർ അടിപൊളി വണ്ടികൾ ഇവരുടെ അടുത്തുണ്ട്, വാങ്ങിച്ചോളൂ. അപ്പോൾ എന്തായാലും കൂടുതൽ പറയുന്നില്ല, നമുക്ക് എന്തായാലും ഈ വണ്ടികളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ എന്തായാലും നമ്മുടെ A1 ന്യൂസ് വ്യൂവേഴ്സിൽ ഞാൻ നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് അധികം വണ്ടികളുണ്ട്. നമ്മൾ ഇവിടുന്ന് ആദ്യത്തെ ഒരു എപ്പിസോഡ് കഴിഞ്ഞ പ്രാവശ്യമാണ് ചെയ്തത് അല്ലേ? നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ കഴിഞ്ഞ മാസമാണ് ഇവിടുത്തെ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വരികയും ഒരുപാട് പേര് വണ്ടി എടുക്കുകയും ചെയ്തു അല്ലേ? ഏകദേശം എത്ര എണ്ണം കൊടുത്തിട്ടുണ്ടാവും? ഒരു 7 മുകളിൽ കൊടുത്തിട്ടുണ്ട്, വണ്ടി കൊടുത്തു അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്രാവശ്യവും നിങ്ങൾക്ക് തരാൻ പറ്റുന്ന നല്ല കിടിലൻ ക്വാളിറ്റിയിലുള്ള ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ആ വണ്ടികളിലെ ആദ്യത്തെ വണ്ടി റിറ്റ്സ്. ഇതിനൊരു പ്രത്യേകത ഉണ്ടോ? അതായത് റിച്ച് ഓട്ടോമാറ്റിക് CVT വരുന്ന വണ്ടിയാണ്, പെട്രോൾ അല്ലേ? ഏതാ മോഡലൊക്കെ? 2016 മോഡൽ, 17 രജിസ്ട്രേഷൻ, 33,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 33,000 കിലോമീറ്റർ ഓടിയ വണ്ടി. എന്തെങ്കിലും ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ? റീപ്ലേസ്മെന്റ് ഉണ്ട്, ബോണറ്റ് മാത്രമേ റീപ്ലേസ് ആയതാണ്. വേറെ ഒന്നും ആക്സിഡന്റോ മെയിൻ ഗ്ലാസ് ഒന്നും മാറിയില്ല. ഓക്കെ, അതൊക്കെ ആ ഒരു കമ്പനി ഗ്ലാസ് തന്നെയാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല പൊടി എന്ന് പറഞ്ഞാൽ നല്ല പൊടിയാണ് ഇവിടെ പാറി കളിക്കുന്നത്. നമുക്കിവിടെ നിൽക്കാൻ തന്നെ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്, കാരണം ഈ പ്രൈവറ്റ് ഹൈവേന്റെ പണി നടക്കുന്നുണ്ട് അല്ലേ? പിന്നെ കുറച്ച് പൊടിയൊക്കെ വണ്ടിയിലുണ്ടാവും, അത് തട്ടിയിട്ടോ കളഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, വീണ്ടും വരും. അതുകൊണ്ടാണ്. പിന്നെ ഇത് എത്ര ഓടിയിട്ടുണ്ട്? 33,000 കിലോമീറ്റർ. 33,000 അതൊക്കെ ജെനുവിൻ ആണ്, കമ്പനി സർവീസ് ആണ്, ഹിസ്റ്ററി അവൈലബിൾ ആണ്. അതെ അല്ലേ? 16 മോഡൽ, 17 രജിസ്ട്രേഷൻ ഉണ്ട്. എന്തായാലും ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും എക്സ്ട്രാ നീറ്റ് ആണല്ലേ? ഇത് CVT വരുമ്പോഴേ എന്ത് മൈലേജ് കിട്ടും ഇതിന്? 15 to 18 പ്രതീക്ഷിക്കാം. കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്, 15 കിട്ടുന്നുണ്ട്, ഷുവറാണ്. അത് ഓടിച്ചു കണ്ണൂരിൽ ഓടിച്ചു വന്നതാണ്. അതെ അല്ലേ? 18 ഞാൻ പറയില്ല, എങ്കിലും 14-15 കിലോമീറ്റർ ഒക്കെ എന്തായാലും മൈലേജ് കിട്ടും. ടയർ ഭാഗങ്ങളാണെങ്കിൽ ഏകദേശം ഒരു 80% ഉണ്ട് കേട്ടോ. നമുക്ക് ഇതെന്താ പ്രൈസ് വരുന്നത്? ഇത് ഫൈനലായിട്ട് 465. അതായത് നെഗോസിയേഷൻസ് ഒന്നുമില്ല. നമ്മൾ ഇപ്രാവശ്യം അങ്ങനത്തെ റേറ്റാ പറയുന്നത് അല്ലേ? എല്ലാ വണ്ടിന്റെയും ഫൈനൽ റേറ്റ്. ഇവിടെ വന്നിട്ട് പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ പറയുന്ന ഫൈനൽ റേറ്റിൽ നിന്ന് നമ്മളെ വീഡിയോ കണ്ടു വരുന്നവർക്ക് എന്തെങ്കിലും ഒന്ന് കുറയ്ക്കണം. ഒരു ഫുൾ ടാങ്ക് എണ്ണ അടിക്കാനുള്ള പൈസയിലും കുറച്ച് കൊടുക്കും. അപ്പൊ അത് നിങ്ങൾക്ക് തരും കേട്ടോ, അത് നോക്കണ്ട. അപ്പോൾ ഓൾറെഡി പിന്നെ പറയുന്നത് പക്ക ഫൈനൽ റേറ്റ് ആണ് 4,65,000 അല്ലേ? ഓക്കെ, നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. നല്ല അടിപൊളി ഒരു റിറ്റ്സ് ഓട്ടോമാറ്റിക് കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇവിടെ നല്ല അടിപൊളി ഒരു സണ്ണി കിടപ്പുണ്ട് അല്ലേ? സണ്ണി ഏതാ മോഡല്? 2018 മോഡല്, സിംഗിൾ ഓണർ വണ്ടിയാണ്, ഡോക്ടർ യൂസ് ചെയ്ത വണ്ടിയാണ്, കമ്പനി സർവീസ് ആണ്. ഈ 18 മോഡലിൽ എത്ര ഓടിയിട്ടുണ്ട്? ഡീസൽ അല്ലേ? ഡീസൽ 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 75 അല്ലേ? 75 ജെനുവിൻ ആയിരിക്കുമോ? ഹിസ്റ്ററി കിട്ടും, കമ്പനി സർവീസ്. ഇത് XV ആണല്ലേ പറഞ്ഞത്? അതുകൊണ്ട് തന്നെ കീ സെൻട്രിയും ബട്ടൺ സ്റ്റാർട്ടും വരും കേട്ടോ. പിന്നെ ടയർ ഭാഗങ്ങൾ അലോയ് വീൽസ് ഉണ്ട്, ഏകദേശം നല്ല പുതിയ ടയറും 90% ടയറും ഉണ്ട്. പിന്നെ ഇതിന്റെ ഇന്റീരിയർ നിങ്ങൾ കാണുന്നുണ്ട്, ഇന്റീരിയർ നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട്. അത് രസമുള്ള സീറ്റ് കവർ അല്ലേ? നല്ലൊരു ടെക്സ്ചർ ഒക്കെ വരുന്ന ഒരു ഫാബ്രിക് മെറ്റീരിയൽ.
ചൂട് ഏക്കൂല. അതെ അതെ, ഇരിക്കുമ്പോൾ പിൻഭാഗം ഒന്നും പുകയില്ല, അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ എന്താ കണ്ടീഷൻ, വണ്ടി ഡീസൽ ആയതുകൊണ്ട് നല്ല ക്വാളിറ്റി വണ്ടിയാണ്, മെക്കാനിക്കലി പെർഫെക്റ്റ് ആണ്. സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ വണ്ടി, അടിപൊളി മിന്റ് കണ്ടീഷൻ വണ്ടിയാണ്. ആർക്കെങ്കിലും നോക്കണമെങ്കിൽ നോക്കിക്കോളൂ. കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട്, പറിച്ച് കളഞ്ഞാൽ കാശ് പോകില്ല, അതത്രേ എനിക്ക് പറയാനുള്ളൂ. അത് നിങ്ങൾ വേണേൽ പറിച്ച് കളഞ്ഞേക്ക്. പിന്നെ എന്താ പ്രൈസ് വരുന്നത്? ഫൈനലായിട്ട് ഇത് 5,75,000 കൊടുക്കാം. 5,75. 2018 മോഡലാണ് കേട്ടോ, അത് നിങ്ങൾ ആലോചിക്കണം. പറ്റേ ലോ ബഡ്ജറ്റ് വണ്ടിയാണെന്ന് പറയില്ല, അതേപോലെ തന്നെ പഴയ മോഡൽ വണ്ടിയും അല്ല. കമ്പാരിറ്റീവ്ലി വലിയ ഓട്ടോ ഓടിയിട്ടുമില്ല അല്ലേ, സിംഗിൾ ഓണറും കൂടിയാണ്. 5,85,000 രൂപയിൽ നമുക്ക് എത്ര ലോൺ കയറും? സിവിൽ നല്ല സ്കോറുള്ള കസ്റ്റമർ ആണെങ്കിൽ 5 ലക്ഷം രൂപ കയറും. അതായത് നമ്മൾ പറയുന്നത് പിന്നെ ഒരു ആവറേജ് ആൾക്ക് എന്ത് ലോൺ കിട്ടുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ഒരു 5 ലക്ഷം രൂപ ഒക്കെ എന്തായാലും കിട്ടും അല്ലേ. പിന്നെ റിച്ചിനും എന്തായാലും കിട്ടും, ഒരു 4-അടുത്ത് കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു 5 ലക്ഷം രൂപ ലോണിൽ ഒരു 85,000 രൂപ റേഞ്ചിൽ കൈ കാണണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീഡിയോ എന്താണ് നിങ്ങൾ വരുന്നെങ്കിൽ അത് പറഞ്ഞാൽ ഒരു നെഗോസിയേഷൻ അല്ലേ. ഫൈനൽ ആണെങ്കിലും ഒരു ഫുൾ ടൈം എണ്ണ അടിക്കാനുള്ള പൈസ വരും. അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, എന്നാലും നിങ്ങൾ നോക്കിക്കോളൂ. ഇനി വെന്യൂ, ഇത് കെറ്റിയാണോ വെന്യൂ ആണോ? വെന്യൂ അല്ലേ. വെന്യൂവിൽ ഏറ്റവും പുതിയ വണ്ടിയാന്ന് തോന്നുന്നല്ലോ, കാരണം ന്യൂ ഷേപ്പ് വരുമ്പോൾ രണ്ടും കൂടി മാറ്റം മനസ്സിലാവുന്നില്ല. വെന്യൂവിന്റെ ഏറ്റവും പുതിയ വണ്ടിയാണ് കേട്ടോ. ഇത് ഏതാ മോഡല്? 2022 11-ാം മാസം വണ്ടി, സിംഗിൾ ഓണർ, ഡീസൽ വണ്ടിയാണ്. ഡീസലാണ്, അടിപൊളി. അതായത് 22-ല് വെന്യൂന്റെ ഡീസൽ ഇല്ലെങ്കിൽ ഒന്ന് ലാസ്റ്റ് വന്ന ഡീസൽ വണ്ടിയാണ്. ഇതിന് ശേഷം പിന്നെ ഇറങ്ങുന്നുണ്ടോ വെന്യൂ? ഇപ്പൊ ഡീസൽ ഇറങ്ങുന്നില്ലല്ലോ. അതെ അതെ അതെ. അപ്പൊ എന്തായാലും ഈ എസ് പ്ലസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ എന്താ അഡീഷണൽ വരുന്നത്? എന്താ ഉള്ളത്? എസ് പ്ലസ് ബേസ് തൊട്ട് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ ആണ്. പക്ഷേ ഈ 4 വിൻഡോ AC പവർ സ്റ്റിയറിംഗ്, സെന്റർ ലോക്ക് എല്ലാം വരും അല്ലേ. അലോയ് വീൽസ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ സൺറൂഫ് ഉണ്ടാവില്ല, സീറ്റ് കവർ ഇപ്പോൾ ഓൾറെഡി ചെയ്തിട്ടില്ല, ഒന്നുമില്ല. ഓക്കെ, ഇത് എത്ര ഓടിയുണ്ട്? 34,000. 22 വണ്ടി 34,000. നോർമൽ ഓട്ടോ അല്ല, കുറച്ച് കൂടുതൽ ഓടിയിട്ടുണ്ട്. എന്നിരുന്നാലും ഡീസലാണ്, കുറ്റം പറയാൻ പറ്റൂല. അല്ല, 30 വരെ കമ്പനി സർവീസ് ഹിസ്റ്ററിയിൽ സർവീസ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ. പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ, ക്ലീൻ വണ്ടി. ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഈ 34 ഓടിയ ടയറാണ് കിടക്കുന്നത്, ഒരാ ഭാഗതയില്ല. ഗ്യാരണ്ടി ആണല്ലോ അല്ലേ? പക്ക ഗ്യാരണ്ടി, ചെക്ക് ചെയ്തിട്ട് മാത്രം വന്നാൽ മതി. നമ്മൾ കോൺഫിഡന്റോടെ പറയണം. 100% ഗ്യാരണ്ടി പറയും. ക്ലെയിം ഉണ്ടെങ്കിൽ റീപ്ലേസ്മെന്റ് എന്തായാലും പറയും അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇതിന് പ്രൈസും കൂടി ഒന്ന് കേൾക്കട്ടെ. ഫൈനലായിട്ട് 9,80 തരാൻ പറ്റും. 9,80. ഇത് പുതിയ എന്ത് വില ഉണ്ടെന്ന് അറിയോ? ഇപ്പൊ പുതിയ മോഡലിൽ 13 ചില്ലറ വരുന്നുണ്ട് അല്ലേ. അതായത് പിന്നെ ഡീസൽ ഇത് ഇറങ്ങിയപ്പോ. ഓക്കെ, അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു 3 ലക്ഷം രൂപ ഡിപ്രിസിയേഷനിൽ 22 വണ്ടി ഡീസൽ ക്ലീൻ വണ്ടി എടുക്കാം കേട്ടോ. അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളത്. പിന്നെ എന്തെങ്കിലും അഡീഷണൽ അലവിലൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി ഈ ബ്രസ ആണെങ്കിലോ 2018 മോഡല്, സിംഗിൾ ഓണർ VDI വണ്ടി. 18 സിംഗിൾ ഓണർ VDI. ഓക്കെ, 18-ലെ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. പക്ഷേ മിഡിൽ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്രൊജക്ടർ വരില്ല, കീലസ് എൻട്രിയും ബട്ടർ സ്റ്റാർട്ടും വരില്ല അല്ലേ. അത്രയും സാധനത്തിൻ്റെ കുറവുള്ളൂ. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്? ഇത് ശരിക്കും പിന്നെ എന്താ കർണാടക ബോർഡർ ആണല്ലേ, കാരണം കാസർഗോഡ് ബോർഡറാണ് വണ്ടി. കാരണം വണ്ടിന്റെ പേരൊക്കെ കന്നഡയിലാണ് എഴുതിയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. റിയൊന്നും അല്ലല്ലോ അല്ലേ? ഓക്കെ, നല്ല സീറ്റ് കവർ, നല്ല ക്വാളിറ്റി വണ്ടിയാണ്, നല്ല വൃത്തിയുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? എത്ര ഓട്ടം പറഞ്ഞത് നമ്മൾ? 78,000 കിലോമീറ്റർ ഓടി, 73 സർവീസ് കഴിഞ്ഞ വണ്ടിയുടെ. വേറെ ഏകദേശം ഇപ്പൊ ഒരു സർവീസ് ചെയ്യേണ്ട 5,000 കിലോമീറ്റർ ഓടി. ഒരു 5 കൂടി ഓടാനുള്ളത് ഉണ്ട്. 5 കൂടി ഓടിയിട്ട് സർവീസ് ചെയ്താൽ മതി. അടിപൊളി. ടയർ ഭാഗങ്ങൾ ഫുൾ ടയർ ആണല്ലോ അല്ലേ? പുതിയ ടയർ. 95% ടയർ ഉണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല. പ്രൈസും കൂടി നോക്കട്ടെ. 7,70 എന്ന് പറയുമ്പോൾ നമുക്ക് ലോൺ എത്ര കയറും? 7 കയറും അല്ലേ? 7 നല്ല പ്രൊഫൈൽ, പക്ക പ്രൊഫൈൽ ഉള്ള ഒരാളാണെങ്കിൽ 7 മേലെ കയറും അല്ലേ? അത് നിങ്ങൾ IT ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പൈസ ലോൺ കിട്ടും കേട്ടോ. അത് നിങ്ങൾ ചിലപ്പോൾ ഒരു 7.5 വരെയൊക്കെ ലോൺ കിട്ടാം. ഈ ലോണിന്റെ കേസ് നമ്മൾ ഒരാളുടെയും കാര്യം ഗ്യാരണ്ടി പറയില്ല, കാരണം അത് ഓരോരുത്തരുടെയും പ്രൊഫൈൽ അനുസരിച്ചാണ് ലോൺ കിട്ടുള്ളൂ അല്ലേ. നമ്മൾ അതിന്റെ ലോൺ പറഞ്ഞില്ല വെന്യൂന്. ഫുൾ ലോൺ കയറും അല്ലേ? അതും ഞാൻ ഈ പറഞ്ഞല്ലോ, അതൊക്കെ ആവറേജ് ആൾക്കാർക്കും ഫുൾ ലോൺ കയറും. പ്രൊഫൈൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാധനത്തിൽ. പ്രൊഫൈൽ നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ എന്തായാലും 7,80,000 അല്ലേ? 7,70. ഓക്കെ, 7,70,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. നമ്പറൊക്കെ ഞാൻ മേലെ ഭാഗത്ത് വീഡിയോയുടെ മേലെ എഴുതി കാണിക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്, എല്ലാ സാധനവും ഉണ്ട് അല്ലേ. ഇനി ഇതാണെങ്കിലോ പുതിയ മോഡൽ 2023 മോഡല് VXI ബ്രസ പെട്രോൾ സ്മാർട്ട് ഹൈബ്രിഡ്. അടിപൊളി. ഇത് ഏകദേശം ഒരു 16-17 മൈലേജ് കിട്ടും, സുഖമായിട്ട് കിട്ടും അല്ലേ. എക്സാക്ട് ഡെലിവറി കൊണ്ടുവരാം. 7/2/2023 ഓട്ടോ എത്രയാ? 30,000 കിലോമീറ്റർ. 30,000. 23-ൽ 30,000 അത്യാവശ്യം ഓടിയിട്ടുണ്ട്, കുറ്റം പറയാനില്ല. കാരണം എന്താ പറയുക, നോർമൽ ഓട്ടത്തിനേക്കാൾ കൂടുതൽ ഓടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നപ്പോൾ ഈ മൈലേജ് ഒക്കെ കൂടുതൽ കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ.
എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല, ക്ലെയിമും ഇല്ല. ചെറിയ ടച്ചപ്പെങ്കിലും ടച്ചപ്പ് കയറിയിട്ടില്ല ഇതുവരെ. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ. പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ്. ഇത് VXi അല്ലേ പറഞ്ഞേ? ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ. അത്യാവശ്യം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടുന്ന എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ടാവും കേട്ടോ. പിന്നെ ടയർ ഭാഗങ്ങൾ എനിക്ക് തോന്നി 30 സംതിങ് ഓടി ടയറാണ് അല്ലേ? ഒരു അപാകതയില്ലാത്ത ക്ലീൻ പുത്തൻ പുതിയ വണ്ടി. മാനുവൽ തന്നെയല്ലേ? മാനുവൽ ഓട്ടോമാറ്റിക് മാനുവലാണ് അല്ലേ? ഓക്കെ. മാനുവൽ ഹൈബ്രിഡ് ആണ് കേട്ടോ. എന്താ പ്രൈസ് വരുന്നത്? ഫൈനലായിട്ട് 970 ചെയ്തു. 970. ഇതിന്റെ പുതിയ എന്ത് വില? 1170. ഏകദേശം 2 ലക്ഷം രൂപയാണ് ഡിപ്രിസിയേഷൻ അല്ലേ? 9,70,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. ന്യൂ മോഡൽ ബ്രസയാണ്. ആരെങ്കിലും പുതിയത് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചോളൂ, ഇത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അണ്ടർ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. എല്ലാ സംഗതി ഉണ്ട് അല്ലേ? ഓക്കെ. എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. മാക്സിമം ഒരു 9 ഒക്കെ സുഖമായിട്ട് ലോൺ കയറില്ലേ? 9 അല്ലേ? ഫുൾ ലോൺ തന്നെ കയറാൻ സാധ്യതയുണ്ട്. നല്ല കസ്റ്റമറാണ് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അതായത് 23 മോഡലുള്ളതുകൊണ്ട് ഈ നല്ല കസ്റ്റമർ എന്ന് പറയുന്നതിന്റെ കാരണം കൂടി ഒന്ന് പറഞ്ഞുതരാം. പലരും ചോദിക്കാറുണ്ട് എന്താ വെളുത്ത് സുന്ദരനായിരിക്കണം എന്നൊക്കെ ചോദിക്കും. അതല്ല നല്ല കസ്റ്റമർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇവരുടെ ഒരു ഭാഷയാണ്. അതായത് പ്രൊഫൈല് നിങ്ങൾക്ക് ഓവർ ഡ്യൂ ഒന്നും ഉണ്ടാവരുത്, കറക്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ് ഒക്കെ ചെയ്യുന്ന ആളായിരിക്കണം. ബാങ്കുകാർ നോക്കുമ്പോൾ നിങ്ങൾ ഉടായ്പാണെന്ന് തോന്നരുത്. അതാണ് നല്ല കസ്റ്റമർ. അതാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇവരുടെ ഒരു ഭാഷയെ പറയണം, വേറെ ഒന്നും വിചാരിക്കണ്ട. ഓക്കെ. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നല്ല ക്വാളിറ്റി ഉള്ളൊരു അടിപൊളി ഐറ്റം കൂടി കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗങ്ങൾ ഞാൻ കാണിക്കുന്നതിൽ ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്പറൊക്കെ ഞാൻ വീഡിയോന് മേലെ കൊടുത്തിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഫുൾ ഡീറ്റെയിൽസ് ഫോട്ടോസ് അല്ലേ? നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും കാണാൻ പാകത്തിന്. അപ്പോൾ എന്തായാലും ഐറ്റം ഏതാ മോഡൽ? 2018 സ്പോർട്സ് ഓപ്ഷൻ. 18 സ്പോർട്സ് ആണല്ലേ? ഓക്കെ. നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇത് മാനുവൽ തന്നെയല്ലേ? മാനുവൽ പെട്രോൾ ആണ് വരുന്നത്. പിന്നെ എത്ര ഓടിയുണ്ട് ഇത്? 51,000 കിലോമീറ്റർ. 51,000. ഓക്കെ. 2018 അപേക്ഷിച്ച് വലിയ ഓടൊന്നും പറയാനില്ല അല്ലേ? ഏകദേശം ഒരു 12 മുതൽ 15 വരെ മൈലേജും കിട്ടും. നമ്മുടെ i20 ഒക്കെ സെയിം സംഗതി തന്നെയാണ്. കുറച്ചുകൂടി ചെറിയ വണ്ടിയാണ്, കോമ്പാക്റ്റബിൾ ആണെന്നേ ഉള്ളൂ. ബാക്കിൽ പുതിയ ടയറാണ്, ഫ്രണ്ടിൽ ഒരു 70% കൂട്ടിയാൽ മതി. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഒരപാകത ഇല്ലെന്ന് ഉറപ്പല്ല. ക്ലീൻ വണ്ടി അല്ലേ? ഇന്റീരിയർ നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കമ്പനി ഫിറ്റഡ് ആയിട്ട് നല്ല അടിപൊളി സ്ക്രീനും കാര്യങ്ങളൊക്കെ അതും വരുന്നുണ്ട്. ഇത് ഓപ്ഷനിലൊന്നും അല്ലല്ലോ? അല്ലല്ല, സ്പോർട്സ് തന്നെ അല്ലേ? ഓക്കെ. നമുക്ക് ഇതെന്താ പ്രൈസ് വരുന്നത്? ഇത് ഫൈനലായിട്ട് 440 അല്ലേ? ഓക്കെ. 4,40,000 രൂപയ്ക്ക് അത്യാവശ്യം നല്ല മോഡൽ കൂടിയ 2018 വണ്ടി. ഈ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി ഉള്ളൊരു വണ്ടി അല്ലേ? ഒരു ഫാമിലിക്കൊക്കെ ബെസ്റ്റാണ് ഉപയോഗിക്കാൻ. കാര്യമായ കംപ്ലൈൻസും ഉണ്ടാവില്ല, ഒന്നുമില്ലാത്ത നീറ്റ് വണ്ടി. ഓക്കെ. എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. 4 ലക്ഷം രൂപ കൺഫേം ലോൺ കയറില്ലേ? ഷുവർ എടുക്കും അല്ലേ? ഓക്കെ. ഏകദേശം ഒരു 40,000 രൂപയുടെ ഉള്ളിൽ മതി. നമ്മുടെ ആൾക്കാർക്ക് ഒരു നെഗോഷിയേഷൻ ഉണ്ടാവും അല്ലേ? ഓൾമോസ്റ്റ് ഫൈനൽ റേറ്റ് ആണ്. നിങ്ങൾ വീഡിയോ കണ്ടാണ് വരുന്നതെങ്കിൽ അതൊന്ന് പറയണം. അതുപോലെ തന്നെ ഏറ്റവും പുതിയ മോഡൽ ഒരു ബലേനോ ഏതാ മോഡൽ? 2022 ഡെൽറ്റ ഓപ്ഷൻ. 22 ഡെൽറ്റ എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിന്റെ മേലെ ആയിരിക്കും വരിക. പക്ഷേ ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. എല്ലാം ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സെന്റർ ലോക്ക്, റിവേഴ്സ് ക്യാമറയുണ്ട്. അതൊക്കെ സെപ്പറേറ്റ് ചെയ്തായിരിക്കും അല്ലേ? സ്ക്രീൻ സെപ്പറേറ്റ് വെച്ചാണോ? അടിപൊളി. പിന്നെ ഇതിന്റെ കളർ തന്നെയാണ് കേട്ടോ ഹൈലൈറ്റ്. ഇത് ശരിക്കും നെക്സന്റെ വേരിയന്റിൽ വരുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു കളർ ഭയങ്കര ഹൈലൈറ്റ് ആണ് അല്ലേ? പിന്നെ ഇതിൽ ഈ ഡെൽറ്റയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ വരുന്നുണ്ടല്ലോ, പ്രൊജക്ടർ എക്സ്ട്രാ ചെയ്തതാ. ഈ പ്രൊജക്ടർ ഹെഡ്ലാമ്പോ തട്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് പൈസ മുടക്കി വെറുതെ മാറ്റിയതായിരിക്കുമല്ലോ ഹെഡ്ലൈറ്റ്? ഓക്കെ. അതിനകത്ത് പ്രൊജക്ടർ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ടയർ ഭാഗങ്ങളാണെങ്കിലും ഇത് ഓട്ടം എത്ര പറഞ്ഞാൽ നമ്മൾ 12,000 അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? അതായത് മോഡൽ എത്ര? 2022 മോഡലിൽ. അതായത് എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 25/8/2022 ആണ്. 22 മോഡലിൽ വെറും 12,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് കേട്ടോ. ഇത് മാനുവൽ തന്നെയല്ലേ? മാനുവൽ വണ്ടി. ഓക്കെ. ക്ലീൻ വണ്ടിയാണ് കേട്ടോ, നല്ല ക്ലീൻ ആണ്. വാറണ്ടി ഉണ്ടാവുമല്ലോ? വാറണ്ടി വണ്ടി. എന്നാൽ 3 വർഷം എന്തോ വാറണ്ടി ഇല്ല മാരുതിയുടെ? വാറണ്ടി. ഓക്കെ. അപ്പോൾ ഏകദേശം 25 വരെ നിങ്ങൾക്ക് വാറണ്ടി ഉണ്ടാവും കേട്ടോ. നിങ്ങൾ നോക്കിക്കോളൂ. ഇത് നമുക്ക് പ്രൈസും കൂടി ഒന്ന് പറഞ്ഞോ. 7,35,000. 7,35. ഓക്കെ. 7,35,000 ആണ്. പ്രൈസുകൾ എല്ലാം നെഗോഷ്യബിൾ ആണ്, ഒരു കടുംപിടുത്തവും ഇല്ല. അത് നമ്മുടെ ആൾക്കാർക്ക് മാത്രമല്ലേ? മാക്സിമം നമ്മുടെ ആൾക്കാർക്ക് ചെയ്തു തരും കേട്ടോ. നിങ്ങൾ നോക്കിക്കോളൂ. ഒരു അപാകത ഇല്ലല്ലോ അല്ലേ? ക്ലീൻ വണ്ടി. അടിപൊളി. ഒന്ന് നോക്കിക്കോളൂ. ലോൺ ഏകദേശം ഫുൾ ലോൺ ചെയ്തേ പറ്റും. ഫുൾ ലോൺ ചെയ്യാം. ഓക്കെ. പുതിയ വണ്ടിയും കൂടി ആണല്ലോ അല്ലേ? ഓക്കെ. പുതിയ വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ ലോണും കിട്ടും. നിങ്ങളൊന്ന് വന്ന് നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഇവിടെ ഇനി സാധാരണക്കാരൻ്റെ വണ്ടി അല്ലേ? ഏറ്റവും കൂടുതൽ സാധാരണക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടി അല്ലേ? അൾട്ടോ ഏതാ മോഡൽ? 2018 വണ്ടി. 41,000 കിലോമീറ്റർ. ഓക്കെ. 18 41,000 വലിയൊരു ഓട്ടം എന്ന് പറയാനില്ല ശരിക്കും. 18 ആവറേജ് ഓട്ടം തന്നെയാണ് അല്ലേ? ഇത്രയും വർഷം പഴക്കമായല്ലോ. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഒന്നും മാറിയിട്ടൊന്നുമില്ലല്ലോ? ഒന്നും മാറിയിട്ടില്ല. ടയർ ഭാഗങ്ങൾ എനിക്ക് ഒന്നും മാറിയതല്ല, പുതിയ ടയറാ അല്ലേ? നല്ല കട്ടയുണ്ട് കേട്ടോ. KL 60 രജിസ്ട്രേഷൻ വരുന്നതാണ്. ഇന്റീരിയർ ആണെങ്കിലും നല്ല നീറ്റാണ്. ഇത് LXi VXi? AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ അല്ലേ? പഴയ ഷേപ്പാണെന്നേ ഉള്ളൂ. പക്ഷേ അത് വലിയ വ്യത്യാസമൊന്നുമില്ല, പുതിയതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. എന്തായാലും ചിലവർക്ക് ഇഷ്ടം പഴയത്, ചിലവർക്ക് ഇഷ്ടം പുതിയത്. അതെ. ഇവിടെ വേറൊരെണ്ണം കൂടി ഉണ്ട്, അതുകൂടി ഞാൻ കാണിച്ചു തരാം.
ഇത് നമുക്ക് പ്രൈസും കൂടി ഒന്ന് പറഞ്ഞാൽ 18 വണ്ടി ഫൈനലായിട്ട് 2,75,000 275 അല്ലേ? 18 മോഡല്, ലോ കിലോമീറ്റർ, 2,75,000 രൂപ. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. മാക്സിമം നമ്മുടെ ആൾക്കാർക്ക് ഒരു നെഗോസിയേഷൻസ് എന്തായാലും ഉണ്ടാവും. വീഡിയോ കണ്ടാണ് വരുന്നെങ്കിൽ അത് പറയണം. എന്തായാലും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, ഒന്ന് നോക്കിക്കോളൂ. ഇനി സെലറി ആണെങ്കിലോ? ഇത് 2015 വണ്ടി. 15 15 മാനുവൽ തന്നെയല്ലേ? ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, 2015 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. AMT വരും കേട്ടോ. ഇത് ഓട്ടം എത്രയാ? ഇത് 55,000 കിലോമീറ്റർ. 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഒരു 80% മേലെ ഉണ്ട് കേട്ടോ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. കമ്പനി സർവീസ് ആണ്. പ്ലസ് ഇതിൽ ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. ബോണറ്റ് മാത്രം റീപ്ലേസ്. മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ലല്ലോ? മെയിൻ ഗ്ലാസ് മാറിയില്ല. സ്ക്രാച്ചസ് ഒക്കെ വന്ന് മാറിയതായിരിക്കാം. എന്താണ് കംപ്ലൈന്റ് എന്ന് നിങ്ങൾ നോക്കിക്കോളൂ. പിന്നെ ബമ്പറും കാര്യങ്ങളൊക്കെ ബോണറ്റ് മാറുമ്പോൾ നോർമലി ബമ്പർ മാറാറുണ്ട്. അതുകൊണ്ട് അത് ബമ്പർ മാറിയില്ല, ബോണറ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, അപ്പം എന്തായാലും സ്ക്രാച്ച് വന്നാണ്. എന്തായാലും ഇടിച്ചതെല്ലാം ഉറപ്പാണ്. ഹെവി ഒന്നുമില്ല. കുഴപ്പമൊന്നുമില്ല അല്ലേ? ഓക്കെ, ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് ഫൈനലായിട്ട് 3,90,000. 390. 2015 മോഡല് AMT ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? ഏകദേശം ഒരു 15-16 മൈലേജും കിട്ടും. K സീരീസ് എഞ്ചിൻ വരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ K സീരീസ് എഞ്ചിനിൽ ഇവരുടെ ഈ മാരുതി സീരീസിൽ കുറച്ച് പവറൊക്കെ ഉള്ള വണ്ടി ഇതാണ് അല്ലേ? നല്ല പവറായിട്ട് ഓടിക്കാൻ പറ്റും. സ്ക്രീനും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ പറഞ്ഞാൽ ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഫോട്ടോയൊക്കെ അയച്ചു തരും കേട്ടോ. ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ക്വാളിറ്റി ഉള്ള നല്ല മോഡൽ കൂടിയിട്ടുള്ള ഒരു അൾട്ടോയും കൂടി കാണിച്ചു തരാം. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുതിയത് കിട്ടൂല അല്ലേ? യൂസ്ഡേ കിട്ടുള്ളൂ. ഇത് ശരിക്കും ഏതാ മോഡലൊക്കെ? 2021 സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 30,000 കിലോമീറ്റർ ഓടിയതാണ്. ഈ 30,000 ഹിസ്റ്ററി കിട്ടും. കമ്പനി സർവീസ് വണ്ടിയാണ്. കമ്പനി സർവീസ് ഉണ്ട് അല്ലേ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല. പിന്നെ ന്യൂ ഷേപ്പ് വണ്ടിയും കൂടിയാണോ? അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിന്റെ പുതിയത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ അത്യാവശ്യം കൊള്ളാവുന്ന ഇതുപോലത്തെ യൂസ്ഡ് വണ്ടികൾ ലോ കിലോമീറ്റർ കിട്ടുമ്പോൾ എടുത്ത് വെക്കുന്നതാണ് എനിക്ക് നല്ലത്. ഈ 30 തൊട്ടി ടയർ അല്ലല്ലോ, ഇത് മാറിയിട്ടുണ്ടല്ലേ? ഓക്കെ, ഫ്രണ്ടും ബാക്കും ഒക്കെ ടയർ മാറിയിട്ടുണ്ട് കേട്ടോ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ക്ലീൻ വണ്ടി. ഓക്കെ, പിന്നെ കുറച്ച് ക്രോം ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് ആണ് കേട്ടോ വണ്ടി. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ വിൻഡോ വരും അല്ലേ? VXC ആണ്. 4 ഡോർ വിൻഡോ ഇല്ലോ? 2 ഡോറിലേ ഉള്ളൂ. അല്ല, ഇതിൽ 4 ഡോർ വന്നിട്ടില്ല. അതാ ഞാൻ പെട്ടെന്നൊരു കൺഫ്യൂഷൻ ആയി പോയത്. പിന്നെ വേറെ ഒരു പ്രശ്നമില്ല. എന്താ റേറ്റ് വരുന്നത്? ഇത് 370. 21 വണ്ടിയാണ് നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ടാണ് റേറ്റ് വരുന്നത്. അത് മാത്രമല്ല മാക്സിമം ലോണും കയറും. 3,00,000 സുഖമായിട്ട് ലോൺ കയറും അല്ലേ? അത് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രൊഫൈൽ മെയിൻ സംഭവമാണ്. അതുണ്ടെങ്കിലേ നമ്മൾ ഈ പറയുന്ന ലോണൊക്കെ കിട്ടുള്ളൂ. അതുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോലെ ഏകദേശം ഒരു 20,000 നെഗോഷ്യബിൾ ആവൂലേ? മാക്സിമം കുറച്ച് കൊടുക്കണം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് എടുത്തിരുന്നില്ല വണ്ടി. ഓക്കെ, അപ്പോൾ എന്തായാലും അവർക്ക് എല്ലാവർക്കും നല്ല റേറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് വളരെ കുറഞ്ഞ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ തരും. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നല്ല കിഡിലിനൊരു പുത്തൻ വണ്ടി അല്ലേ? വളരെ ലോ കിലോമീറ്റർ ഓടിയത്. 2021 13,000 കിലോമീറ്റർ. ആകെ 13 ഓടി. സിംഗിൾ ഓണർ ആണ്. ഇത് ഏറ്റവും ഫുൾ ആണോ? അല്ല, തൊട്ട് താഴെ XZ ആണ് അല്ലേ? അല്ല, XZ A ആണ്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ഓട്ടോമാറ്റിക്കും കൂടിയാണ് കേട്ടോ. ഇത് ഈ 14,000 ഓടി ടയർ ആണോ കിടക്കുന്നത്? 14,000 ഓടി ടയർ. അതെ അല്ലേ? എന്തെങ്കിലും മൈന്യൂട്ട് സ്ക്രാച്ചസോ ഡെന്റോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ആക്സിഡന്റ് ഒന്നുമില്ല. ചെറിയ ടച്ചപ്പ് പോലും ഇല്ലാത്ത വണ്ടിയാണ് കേട്ടോ. വെറും 13,000 ഓടിയിട്ടുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിന്റെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും എക്സ്ട്രാ നീറ്റ് തന്നെയാണ് കേട്ടോ. യാതൊരു കുഴപ്പമില്ല. ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരും അല്ലേ? AMT ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് മൈലേജ് കിട്ടും. 15-നുള്ളിൽ മാത്രം പ്രതീക്ഷിച്ചാൽ 15-നുള്ളിൽ പ്രതീക്ഷിച്ചാൽ മതി. ഈ പറഞ്ഞ ഒരു 12 to 15 ഹൈവേയിലൊക്കെ ഒരു 17-18 മാക്സിമം കിട്ടുമായിരിക്കും. മറ്റേ ഈ പറഞ്ഞ പോലെ ട്രാഫിക്കിലൊക്കെ നിങ്ങൾക്ക് ഒരു 12 മുതൽ 15-നുള്ളിലേ പ്രതീക്ഷിക്കാവുള്ളൂ. ഒരു കുഴപ്പമില്ലാത്ത ക്ലീൻ വണ്ടി. 13,000 കിലോമീറ്റർ ഓടിയത്. പ്രൈസും കൂടി ഒന്ന് കേൾക്കട്ടെ. 5,80,000 രൂപ. 5,80,000 ഏകദേശം ഫൈനലാണല്ലേ? ഏകദേശം ഫൈനലാണ്. ഓക്കെ, പിന്നെ മാക്സിമം നിങ്ങൾ വന്നോളൂ. നമ്മുടെ വീഡിയോ കണ്ടാണ് വരുന്നെങ്കിൽ നിങ്ങൾക്കൊരു ഫുൾ ടാങ്ക് എണ്ണയ്ക്കുള്ള പൈസയെങ്കിലും മിനിമം കുറച്ച് തരും കേട്ടോ. എന്തായാലും നോക്കിക്കോളൂ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇതെന്തായാലും മിസ് ചെയ്യണ്ട. പുതിയ വണ്ടി എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് പോയാൽ മതി. അതുപോലെ തന്നെ നിയോസ് ആണെങ്കിലോ ബ്രോ? 2022 മോഡൽ വണ്ടി. 22 ആണല്ലോ, പുത്തൻ വണ്ടി അല്ലേ? ഇത് ഓട്ടോക്ക് എത്രയാ? 34,000 കിലോമീറ്റർ ഓടിയത്. 34 ഓടി. ഇത് ഓട്ടോമാറ്റിക് ആണോ മാനുവൽ? മാനുവലാണ്. 22 ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു 2 വർഷത്തെ വാറണ്ടി ടോട്ടൽ കമ്പനി കൊടുക്കൂലേ? 3 വർഷം ഉണ്ടാവും അല്ലേ? 2 വർഷത്തേക്ക്. 24 വരെ എന്തായാലും വാറണ്ടി ഉണ്ടാവും. ഇതിന്റെ എക്സാക്ട് ഡെലിവറി ഡേറ്റ് 2/6/2022 ആണ്. അപ്പോൾ 6 മാസം വരെ 24 എന്തായാലും വാറണ്ടി ഉണ്ടാവും. പിന്നെ അലോയ് വീൽസ് ഒക്കെ കമ്പനി ഫിൽഡ് ആയിട്ട് വരുന്നുണ്ട്. വേരിയന്റ് ഏതായിരുന്നു നമ്മൾ? സ്പോർട്സ് അല്ലേ? അപ്പോൾ ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ ഉണ്ട്. അതെ, നല്ല ക്വാളിറ്റി ഉള്ള ഇന്റീരിയർ ആണ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്. പിന്നെ മ്യൂസിക്സും കാര്യങ്ങളൊക്കെ കമ്പനി ഫിൽഡ് ആയിട്ട് വരും. എനിക്ക് തോന്നുന്നു ഈ i10 നിയോസ് ഇറങ്ങിയപ്പോൾ ശരിക്കും i10 നിയോസ് ഭയങ്കര ഒരു ക്ലാസ് വണ്ടിയായി അല്ലേ? ഡിസൈൻ വൈസ് ആയാലും ക്വാളിറ്റി വൈസ് ആയാലും നല്ല സ്പോർട്സ് ലുക്കാണ്. ഇന്റീരിയർ ക്ലാസ് ലുക്കാണ്. അല്ല, ഇതിലൊക്കെ പുറമെ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ആ ഒരു ഹ്യുണ്ടായിൻ്റെ നിന്നും വ്യത്യസ്തമായിട്ടൊരു ക്വാളിറ്റി വന്നിട്ടുണ്ട്. ഓക്കെ, അത് നല്ല വൃത്തിയുള്ള വണ്ടിയും കൂടിയാണ്. സ്റ്റാൻഡേർഡ് വണ്ടിയാണ്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്?
ഇത് ഫൈനലായിട്ട് 6 ലക്ഷം രൂപ. 6.5. ഓക്കെ, 6,50,000 രൂപയ്ക്ക് 2022 വണ്ടി കേട്ടോ. 22 നിങ്ങൾ ആലോചിക്കണം, 30,000 ഓടിയത് അല്ലേ? ഏകദേശം നിങ്ങൾക്ക് ഒരു 15-16 മൈലേജും കിട്ടും. 1.2 തന്നെയല്ലേ ഇത്? ഓക്കെ, പിന്നെ അലോയ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടയർ ഭാഗങ്ങളും അത്യാവശ്യം ഉണ്ട്. പിന്നെ ലോൺ എത്ര വരും? ലോൺ ഫുൾ ഓൺ ചെയ്ത് ഫുൾ ഓൺ ചെയ്യാം അല്ലേ? ₹1 കയ്യിൽ കൊണ്ടുവരേണ്ട, ഈ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം നിങ്ങളുടെ പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ മാത്രം. അത് ഞാൻ പ്രത്യേകം പറയുന്നതാണ്. ഈ ബലേനോ ആണെങ്കിലോ, സോറി ഇത് ബലേനോ അല്ലേ, ഇത് മറ്റേതാണെന്ന് മാറിപ്പോ. ഇത് ഏതാ മോഡല്? 2022 ആൽഫ. 22 ആൽഫ ഫുൾ ഓപ്ഷൻ, 34,000 കിലോമീറ്റർ. ഓക്കെ, അതായത് 22 ആൽഫ പെട്രോൾ ആയിരിക്കും അല്ലേ? പെട്രോൾ. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ടച്ച് ആക്കാനുള്ളതുണ്ട്. അതെ, സ്ക്രാച്ച് വന്ന് ടച്ച് ആക്കാൻ. ബമ്പർ സൈഡിൽ കോർണറിൽ 2 സൈഡിലും ഒന്ന് ടച്ച് ചെയ്യാനുണ്ട്. ചെയ്തിട്ടില്ല കേട്ടോ, നിങ്ങൾ വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു തരും. പിന്നെ ഇതിന്റെ എക്സാക്ട് ഡെലിവറി പറഞ്ഞുതരാം. 19/10/2022 കേട്ടോ. നല്ല സീറ്റ് കവർ കാര്യങ്ങളുണ്ട്. ക്വാളിറ്റി വണ്ടിയാണ്, ഹൈ ക്വാളിറ്റി വണ്ടി. വേറെ ഒന്നുമില്ല, കസ്റ്റമർക്ക് എടുത്താൽ തന്നെ ഒന്നും ചെയ്യണ്ട. ഇത് പിന്നെ ഓട്ടോ എത്രയാന്ന് പറഞ്ഞല്ലോ? 34,000. പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? പ്രോപ്പർ ഹിസ്റ്ററി. 30,000 സർവീസ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അതെ, പിന്നെ വേറൊരു കാര്യം പറയാം, ഇതിന് ഹെഡ് അപ്പ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. 360 ഡിഗ്രി ക്യാമറ, ഹെഡ് അപ്പ് ഡിസ്പ്ലേ, 9-inch മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ, അതെ, റിവേഴ്സ് ക്യാമറ എല്ലാം ഉണ്ട് അല്ലേ? പിന്നെ അലോയ് വീൽ ഉണ്ട്. എനിക്ക് തോന്നുന്നു 30-something ഓടി ടയർ ആയിരിക്കും അല്ലേ? ഓക്കെ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ഇവിടെ ഇതിനകത്തുള്ള സ്ക്രാച്ചസ് എന്ന് പറയുന്നത്. ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് ഇങ്ങനെ ഉണ്ട്. ഇത് ടച്ച് ചെയ്യാനുണ്ട്, ചെയ്തിട്ടില്ല, വേണം ചെയ്തു തരും അല്ലേ? ഇനിയിപ്പോ നിങ്ങൾ വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് തന്നിട്ട് മാത്രമേ കൊടുക്കുള്ളൂ, ഡെലിവറി കൊടുക്കുള്ളൂ. പ്ലസ് പോളിഷിംഗ് ഉണ്ടാവും. ഇത് കാണുന്നത്. അതായത് വണ്ടി ഇങ്ങനെ തിളങ്ങും കിടന്നിട്ട് റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല. ക്ലീൻ വണ്ടി. എത്രയ്ക്ക് കൊടുക്കാം? ഫൈനലായിട്ട് 9 ലക്ഷത്തിന് കൊടുക്കാം. 9 ലക്ഷം. 2022 വണ്ടി. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഫുൾ ഓപ്ഷൻ ഇത് 13 ലക്ഷത്തിനടുത്ത്. 11.37 വരുന്നുണ്ട്. 11.37 ഓൺ റോഡ് അല്ലേ? ഓക്കെ, 13 വരുന്നില്ല അല്ലേ? 11.37 വരുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ എത്ര വില പറഞ്ഞാൽ? 9 രൂപ. 9 ലക്ഷം രൂപ അല്ലേ? അപ്പോഴും നമുക്ക് ഏകദേശം ഒരു 2 ലക്ഷം രൂപ 2 ലക്ഷം 2.35 ഡിപ്രിസിയേഷൻ ഉണ്ട്. എന്തെങ്കിലും കുറയാനുണ്ടോ? ഇല്ല, അതിൽ കുറയാനില്ല. ഫൈനലാണ് അല്ലേ? ഓക്കെ, അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും പിന്നെ ഈ പറഞ്ഞ മോഡൽ കൂടിയ വണ്ടിയാണ്. ഇവർക്ക് കിട്ടുന്നത് തന്നെ വലിയ മാർജിനിലായിരിക്കില്ല അല്ലേ? ചെറിയൊരു മാർജിനൽ മോഡൽ കൂടിയ വണ്ടിയൊക്കെ കിട്ടാറുള്ളത്. പിന്നെ ക്വാളിറ്റി വൈസ് നമ്മൾ നോക്കണം. അപാകതകളില്ലാത്ത വണ്ടി നമുക്ക് വില പേശാൻ കഴിയില്ല. നമ്മൾ എടുക്കുന്ന ആളുകൾക്ക് വില പേശാൻ കഴിയില്ല, നമുക്ക് പറ്റൂല. അതെ, അപ്പോൾ കൊടുക്കുന്നവരുടെ ഒരു മാനസികാവസ്ഥയും കൂടി നമ്മൾ കാണണം. എടുക്കുന്നവരുടെ മാനസികാവസ്ഥ മാത്രമല്ല. ഓക്കെ, എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. പുതുപുത്തൻ വണ്ടിയാണ് കേട്ടോ. പിന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? 2022 വണ്ടി. 22 ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ VXI വണ്ടിയാണ് കേട്ടോ. ഇത് പെട്രോൾ അല്ലേ? പെട്രോൾ. എക്സാക്ട് ഡെലിവറി ഡേറ്റ് പറഞ്ഞാൽ 7/8/2022 അല്ലേ? VXI മാനുവൽ അല്ലേ? മാനുവൽ. എത്ര ഓട്ടം? ഇത് 18,000 കിലോമീറ്റർ 18 ഓടിയിട്ടുള്ളൂ. പിന്നെ അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു 17 കിലോമീറ്റർ മൈലേജ് കിട്ടും. ബോഡി ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് നല്ല മൈലേജ് ആണ് അല്ലേ? ആള് തട്ടിപ്പോയാലും മൈലേജ് കിട്ടും, അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല ക്ലീൻ ആണ് കേട്ടോ. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. VXI ആയതുകൊണ്ട് ഇതിനകത്ത് സ്ക്രീൻ സെപ്പറേറ്റ് ചെയ്താണോ അത്? അല്ല, സ്ക്രീൻ വെച്ചിട്ടില്ല. അതായത് കമ്പനി സാധനം. അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു സ്ക്രീൻ ആണെന്ന് ഓർത്തു. ടയർ ഭാഗങ്ങളൊക്കെ ആ ഒരു കിലോമീറ്റർ അടിപൊളി. 22 വണ്ടിയാണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ വേറെ ഒരു കാര്യം കൂടി പറയാം, കമ്പനി വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ആക്സിഡന്റ് ഒരു സർവീസ് കഴിഞ്ഞിട്ടുണ്ട് 20,000 അല്ലേ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ, ക്ലീൻ വണ്ടി. എന്താ പ്രൈസ്? ഇത് ഫൈനലായിട്ട് 6,85,000 കൊടുക്കാം. 6,85. ഓക്കെ, 6,85,000 രൂപയാണ് ഇതിന് ഫൈനൽ പ്രൈസ് ചോദിക്കുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, 22 മോഡൽ വണ്ടി, ലോ കിലോമീറ്റർ, പെട്രോൾ, VXI ആണ് കേട്ടോ. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, വീഡിയോയുടെ മേൽഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ഇനി ഇതാണെങ്കിലോ? ഇത് 2022 ഓട്ടോമാറ്റിക് ഡിസയർ. ഇത് ഏതാ വേരിയന്റ്? ഏതാ? ZXi. ഓ, അതായത് 22 പെട്രോളിലെ ZXi പ്ലസ് അല്ലല്ലോ? ZXi അല്ലേ? ZXi ആണെങ്കിലും വേറൊരു കാര്യമുണ്ട്, ഇതിനകത്ത് കീലസ് എൻട്രി വരുന്നുണ്ട്, ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ അലോയ് വീൽ വരുന്നുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. 22 എത്ര ഓടിയിട്ടുണ്ട്? 22 ഇത് 39,000. ഇത് ഓട്ടോമാറ്റിക് ആണല്ലോ? ഓട്ടോമാറ്റിക് അല്ലേ? ഓക്കെ, ക്ലീൻ വണ്ടിയാണ് കേട്ടോ. സീറ്റും കാര്യങ്ങളൊന്നും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു VXI പ്ലസ്സിലായിരിക്കും ഈ സീറ്റൊക്കെ വരുള്ളൂ അല്ലേ? ഇതിനകത്ത് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. AMT അല്ലേ വരുന്നത്? AMT. ക്ലൈമറ്റ് കൺട്രോൾ AC വരും, മിറർ ഫോൾഡിങ് വരും, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. എന്താ പ്രൈസ് വരുന്നത്? ഇത് ഫൈനലായിട്ട് 8,15,000 കൊടുക്കാം. 8,25,000 രൂപ. ഇത് എത്ര ഓട്ടം പറഞ്ഞാൽ നമ്മൾ? 39,000. അത് 22 അപേക്ഷ ഓടിയിട്ടുണ്ടല്ലോ വണ്ടി? അത്യാവശ്യം ഓടിയിട്ടുണ്ട്. പക്ഷെ അത് ഒരു വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ കാണണ്ട. അപാകതകളൊന്നുമില്ല. പെട്രോൾ വണ്ടിയാണ്, പ്രോപ്പർ സർവീസ് ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ.
ഇതിന് ഈ പറഞ്ഞ പോലെ പ്രൊജക്ടർ വരില്ല, അതാണ് അതിനകത്ത് VXi പ്ലസിൽ വരുന്ന മാറ്റം വരുന്നത്. ZXi പ്ലസിലേക്ക് വരുന്ന മാറ്റം, അതാണ് ഞാൻ ആലോചിച്ചത്. ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ. ക്ലീൻ വണ്ടി. ഓക്കെ, ആരെങ്കിലും വേണമെന്ന് നോക്കിയോ, പുതിയൊരു വണ്ടി എടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓട്ടോമാറ്റിക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ അവസാന ഘട്ടങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരു 3-4 വണ്ടി കൂടി കാണിക്കാനുള്ളൂ. ക്രെറ്റ ഏതാ മോഡല്? 2020 SX പെട്രോളാണ്. ഈ SX പെട്രോൾ എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, സംഭവമൊക്കെ ശരിയാണ്. പക്ഷെ മൈലേജ് ലേശം കുറവായിരിക്കും. ഒരു 12 മുതൽ 15 വരെ മാക്സിമം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ബ്രോ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 5 വർഷത്തെ എക്സ്റ്റൻഡഡ് വാറണ്ടി ഉണ്ട് വണ്ടിക്ക്. ഓൾറെഡി എക്സ്റ്റൻഡഡ് വാറണ്ടി ഉണ്ട്. 40,000 സർവീസ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. എത്ര ഓടിയുണ്ട്? 41,000 കിലോമീറ്റർ ഓടി. 40,000 സർവീസ് ഇപ്പൊ നിലവിൽ കഴിഞ്ഞു അല്ലേ? ചെയ്തു കഴിഞ്ഞു. അതായത് കീലസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട്, ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന പ്രൂഫ് കാര്യങ്ങള്, 360 ക്യാമറ എല്ലാം. ഇതില് മറ്റേ സീറ്റിൽ മറ്റേ ഇതില്ലല്ലോ, വെന്റിലേഷൻ ഇല്ലല്ലോ? ഇല്ല, സീറ്റ് വെന്റിലേഷൻ ഇല്ല അല്ലേ? ഇത് മാനുവൽ തന്നെയല്ലേ? മാനുവലാണ്. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 12 മുതൽ 15 വരെ നിങ്ങൾക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. വലിയൊരു വണ്ടിയാണ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ ഞാൻ പറഞ്ഞു. ഒരു റീപ്ലേസും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, എക്സാക്ട് ഡെലിവറി കൂടി പറഞ്ഞുതരാം. 15/10/2020 കേട്ടോ. വില എന്താ കഴിക്കുന്നത്? 12,85. 12,85,000 രൂപ. 2020 വണ്ടിയാണെന്ന് ആലോചിക്കണം. പെട്രോളാണ്. ഈ പറഞ്ഞ പോലെ തന്നെ വലിയ ചടഞ്ഞ ഓട്ടോ ഒന്നും ഇല്ലാത്തവർക്ക് ബെസ്റ്റ് സാധനം. ഒരു കുടുംബത്തിലേക്ക് വീട്ടിലേക്ക് വാങ്ങിച്ചിടാൻ പറ്റിയ വണ്ടിയാണ്. ഡ്രൈവിംഗ് കംഫർട്ട് ഭയങ്കര കൂടുതലായി. ഇതിനകത്തൊരു 6 എയർ ബാഗ് എങ്ങാനും വരുന്നുണ്ട്. 6 എയർ ബാഗ് വരുന്നുണ്ട്. SX അല്ലേ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് അത്രയും വരും കേട്ടോ. ഇറങ്ങുന്ന റേറ്റ് പറയുന്നത് 15,85 വരുന്നുണ്ട് അല്ലേ? ഓക്കെ, നമ്മളിപ്പോൾ എത്ര ഉണ്ട്? 12,85. ഓക്കെ, നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ ഇതിലൊക്കെ എന്തെങ്കിലും നെഗോസിയേഷൻസ് ഉണ്ടാവും, സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, പിന്നെ നമ്മുടെ ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇനി ഇതാണെങ്കിലോ MG ഹെക്ടർ ഡീസലാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് MGയിൽ വരുന്നത്. 2022 മോഡല്, 2023 രജിസ്ട്രേഷൻ. അടിപൊളി, ഏറ്റവും പുത്തൻ വണ്ടിയാണ്. 10,000 കിലോമീറ്റർ. മെയിൻ ആയിട്ട് പറയേണ്ടത് ഡീസലാണ്. 10,000 ഓടിയിട്ടുള്ളൂ. 10,000 കിലോമീറ്റർ. ജെനുവിൻ ആണല്ലോ അല്ലേ? ഷുവർ. അതാണ് കേട്ടോ. അതായത് പിന്നെ ഡീസൽ വണ്ടി ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾ, പറഞ്ഞാൽ മതി. അതായത് ഡീസൽ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരു പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം. A to Z കംപ്ലീറ്റ് ഫീച്ചേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇലക്ട്രിക്കൽ വരും അല്ലേ? ഷോറൂമിൽ ഇപ്പം പുതിയ വണ്ടിക്ക് 26 ലക്ഷം ഓഫറും കഴിഞ്ഞിട്ട് വിലയുണ്ട്. ഇത് ഫൈനൽ ഇത്ര കൊടുക്കാമെന്ന് പറയാം. അല്ല, ഇത് നമ്മൾ ഇറക്കുമ്പോൾ ഓഫർ ഒന്നും ഉണ്ടാവില്ലല്ലോ, അതിന്റെ പ്രൈസ് കൂടുതൽ ഉണ്ടാവില്ല. ഷോറൂം ഫസ്റ്റിന്റെ പ്രൈസ് 26 ലക്ഷം രൂപ വില ഉണ്ടായിരുന്നു അല്ലേ? നമുക്കിത് ഫൈനലായിട്ട് 19,50,000 കൊടുക്കാം. 19,000. ഓ, അത് ഒരു രക്ഷയില്ലാത്ത പ്രൈസാണ് കേട്ടോ. അതായത് ഏകദേശം ഒരു 6 ലക്ഷം രൂപയുടെ ഡിപ്രീസിയേഷൻ ഓൾറെഡി. 7 ലക്ഷം തന്നെ കൂട്ടിക്കോ. 7 ലക്ഷം രൂപയുടെ ഡിപ്രീസിയേഷൻ ഉണ്ട്. അതായത് 23 രജിസ്ട്രേഷൻ, അതായത് 18/4/23 ഇതിന്റെ രജിസ്ട്രേഷൻ ഡേറ്റ് വരുന്നത്. 12 മോഡലാണ്. എന്നിരുന്നാലും 10,000, വെറും 10,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഹെക്ടർ 5 സീറ്റ് അല്ല, 7 സീറ്റ് അല്ലേ? 7 സീറ്റ് വണ്ടി. ഇത് ഹെക്ടർ പ്ലസ് ആണ്. അത് പറയണം, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റമുണ്ട്. 7 സീറ്റായി. നിങ്ങൾ ആലോചിക്കണം കേട്ടോ, ഹെക്ടർ പ്ലസ് ആണ്. ക്ലീൻ വണ്ടിയാണ്. ഇതിന്റെ കാര്യത്തിൽ ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം നോക്കിക്കോളൂ. പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക് ആണോ? ഇത് മാനുവലാണ് അല്ലേ? നല്ല മൈലേജും കിട്ടും. ഏകദേശം ഒരു 15-നടുത്ത് നിങ്ങൾക്ക് മൈലേജും കിട്ടും. കോൺടാക്ട് ചെയ്തോളൂ. ഇത് മിസ് ചെയ്യണ്ട. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യണ്ട. ഇത്രയും ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഇന്നോവ, അതും ഒറിജിനൽ കറക്റ്റ് കിലോമീറ്റർ ആണ്. ഒരു തിരിമറി ഇല്ലാത്ത കിലോമീറ്റർ ഉള്ള വണ്ടി നിങ്ങൾ 100% ഇതല്ലേ? അതായത് ഈ ഒരു കിലോമീറ്ററിൽ ഈ ഒരു മോഡലിൽ വേറൊരു വണ്ടി ഇതുപോലെ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അല്ലേ? ഇത് ഏതാ മോഡലൊക്കെ? 2013 V ഓപ്ഷൻ വണ്ടി. 13 V എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഓക്കെ, ഇത് കിലോമീറ്റർ ഒന്ന് പറഞ്ഞോ? 88,000. ജെന്യുവിൻ കിലോമീറ്റർ. കമ്പനി സർവീസ് ഇപ്പൊ കഴിഞ്ഞുള്ളൂ അല്ലേ? ഓക്കെ, അതായത് ക്ലീൻ വണ്ടി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ നീറ്റ് വണ്ടിയാണ്. അതിന്റെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ കറക്റ്റ് ഹിസ്റ്ററി എടുത്തു തരും. അതായത് 12 V എന്ന് പറയുമ്പോൾ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. സ്റ്റിയറിംഗ് കൺട്രോൾ 13 V. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിനകത്ത് കാര്യമായ ബോഡി സൈഡിലേക്ക് ടച്ചപ്പ് പോലും കയറിയിട്ടില്ല കേട്ടോ. അത് ഞാൻ കാണുമ്പോൾ തന്നെ അറിയാം. പക്ഷെ ബമ്പർ സൈഡ് ടച്ചപ്പ് ഉണ്ട് അല്ലേ? ഇത് ടയർ ഭാഗങ്ങളാണെങ്കിലും ഏകദേശം ഒരു 60% കൂട്ടിയാൽ മതി. നിങ്ങൾക്ക് ഒരു 10,000-15,000 കിലോമീറ്റർ മാക്സിമം ഓടിക്കാം. അത് കഴിഞ്ഞാൽ നിങ്ങളത് മാറേണ്ടി വരും. ക്ലീൻ ആണല്ലോ അല്ലേ? ധൈര്യമായിട്ട് കൊടുക്കാം. 2013 മോഡലും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് ആലോചിക്കണം. ഒറിജിനൽ കേരള വണ്ടിയാണ്. ആരെങ്കിലും നല്ലൊരു ഇന്നോവ വളരെ ലോ കിലോമീറ്റർ ജെന്യുവിൻ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഒരു പ്രശ്നവും ഇല്ലാത്ത 13 ഒറിജിനൽ ടൈപ്പ് 4 തന്നെയല്ലേ ഇത്? ടൈപ്പ് 4 13 വരുമല്ലോ അല്ലേ? എന്താ പ്രൈസും കൂടി ഒന്ന് പറഞ്ഞോ? ഫൈനലായിട്ട് ഇത് 11,000. അല്ലാതെ എന്തെങ്കിലും കുറയാനുണ്ടോ? ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, 11,50,000 രൂപയാണ്
ഇതിന് ഇവരിവിടെ ആസ്ക് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഒരു വീഡിയോ കണ്ടു വരുന്നവർക്ക് ഒരു നെഗോസിയേഷൻസ് ഉണ്ടാവും എന്തായാലും. അപ്പോൾ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ കാര്യത്തിൽ ഞാൻ ഒന്നും പറയുന്നില്ല, അത്രയ്ക്ക് നീറ്റ് വണ്ടിയാണ്. ഇന്നോവ ഇഷ്ടപ്പെടുന്നവരാരെങ്കിലും അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള വണ്ടി നോക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യണ്ട കേട്ടോ, ഇത് നോക്കിക്കോളൂ. ₹1 കയ്യിൽ നിന്ന് മുടക്കാണ്ട് നിങ്ങളൊരു മഹീന്ദ്ര താർ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പുതിയ വണ്ടി. പിന്നെ ആ ഇന്നോവേൻ്റെ ഒരു ലോണിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. ₹1 കൊണ്ടുവരണ്ട കേട്ടോ. ഇന്നോവ നിങ്ങൾക്ക് ഫുൾ ലോണിൽ കൊണ്ടുപോകാം, നിങ്ങൾക്ക് പ്രൊഫൈൽ പക്കയാണെങ്കിൽ അല്ലേ. ഇതും നിങ്ങൾക്ക് ഫുൾ ലോണിൽ എടുക്കാം. ഇതേതാ മോഡല്? 2023 വണ്ടി, സെക്കൻഡ് ഓണ്, ഡീസൽ താർ, 20,000 കിലോമീറ്റർ ഓടിയ വണ്ടി. എത്ര? 20,000 അല്ലേ? അടിപൊളി. അതായത് ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2023 വണ്ടിയാണ്, ഡീസൽ മാനുവൽ ഓട്ടോമാറ്റിക് അല്ലേ, സോറി ഡീസൽ ഓട്ടോമാറ്റിക് 4 വീൽ വണ്ടിയാണ് കേട്ടോ. വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചെറിയ കുറച്ച് എന്താ പറയാ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഫ്രണ്ടിലെ ഗ്രില്ല് മാറിയിട്ടുണ്ട്, പിന്നെ ഹെഡ്ലൈറ്റ് ഇതെല്ലാം എക്സ്ട്രാ ചെയ്താണ്. ഏകദേശം ഒരു ₹1 ലക്ഷം അക്സസറീസ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ. അതുപോലെ തന്നെ ഇതിന്റെ എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 23/1/2023 ആണ്. മോഡലും 23 തന്നെ അല്ലേ, മോഡലും. പിന്നെ ഒരു ഭാഗതയില്ലല്ലോ, ഓഫ് റോഡ് ഒക്കെ ഓടിച്ചിട്ടുണ്ട്? ഇല്ല അല്ലേ. ഓഫ് റോഡും കാര്യങ്ങളൊന്നും ഓടിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല, കാരണം ആ വണ്ടി കണ്ടാൽ അറിയാട്ടോ, ഒരു ടച്ചപ്പോ ഒരു സ്ക്രാച്ചോ ഒന്നും എവിടെയില്ല. ടയർ ഭാഗങ്ങൾ 20,000 ഓടി ടയറാണ്, ക്ലീൻ ടയറാണ് കേട്ടോ. പിന്നെ കൂളിംഗ് നല്ല കട്ടി കൊട്ടിച്ചിട്ടുണ്ട്. വേണേ പറിച്ച് കളഞ്ഞാൽ ആട്ടി പിടിക്കൂല, അത് നിങ്ങളുടെ ഇഷ്ടം. വേണേ മതി അല്ലേ. ഒരു റീപ്ലേസും ഇല്ലല്ലോ. ഒരു റീപ്ലേസ്മെന്റ്. ഓക്കെ. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ ₹1 നിങ്ങൾ പൈസ കൊണ്ടുവരണ്ട, ഇത് കൊണ്ടുപോകാം. വിലയും കൂടി കേട്ടെ, 18,400. ഇതിന് പുതിയ എന്ത് വില ഉണ്ടെന്ന് അറിയോ? 22 ലക്ഷം. 22,50,000. അത് ആക്സസറീസ് ഇല്ലാതെ ഏകദേശം നമുക്കൊരു 5.5-6 ലക്ഷം രൂപ ഡിപ്രിസിയേഷൻ ഇതിൽ കൂട്ടാം. 5 ലക്ഷം രൂപ എന്തായാലും കിട്ടും അല്ലേ. അതായത് വെറും 20,000 കിലോമീറ്റർ ഓടിയപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഡിപ്രിസിയേഷൻ്റെ പൈസയാണ് ഞാൻ പറയുന്നത്. 5 ലക്ഷം രൂപ കുറച്ച് കിട്ടും. പുതിയത് ആരെങ്കിലും എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇത്രയും നല്ല വണ്ടി ഇവിടെ കിടപ്പുണ്ട്, അത് നിങ്ങൾ നോക്കിയിട്ടേ പോകാവുള്ളൂ. കാരണം അത്രയും പൈസ, അതായത് 5 ലക്ഷം രൂപയ്ക്ക് വിലയുള്ളവർ നോക്കിയാൽ കേട്ടോ, എനിക്കത് നിർബന്ധമൊന്നുമില്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ, ഇത് മിസ് ചെയ്യരുത് കേട്ടോ, അത്രയും ക്ലീൻ വണ്ടിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ A1 യൂസേഴ്സിൽ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ കാണിച്ച ഏതെങ്കിലും വണ്ടീനെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലതീഷ് ബ്രോനെ കോൺടാക്ട് ചെയ്തത്. നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തോ. ഇത് പയ്യന്നൂർ കോളേജ് റോഡ് എടുത്ത് വന്നത്, ഹൈവേ നേരെ ഫ്രണ്ട് തന്നെ അല്ലേ. അതായത് ഇപ്പോൾ പണി നടക്കുന്നുണ്ട്, അതിൻ്റെയാണ് ഈ പൊടിയും കൊണ്ടൊരു രക്ഷയിൽ ഇവിടെ നിന്ന് സംസാരിക്കാൻ വരെ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും പയ്യന്നൂർ കോളേജ് ഇവിടെ തൊട്ടടുത്താണോ? തൊട്ടടുത്ത് 5 മിനിറ്റ്. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ സൈഡിൽ കൂടി വന്നാൽ ഇവിടെ കയറാം അല്ലേ. അപ്പൊ നല്ല വണ്ടികളൊക്കെ വേണ്ടവർ പോലെ ഫുൾ ലോണിൽ നമ്മൾ ഒരുപാട് വണ്ടി കാണിച്ചിരുന്നു. ഇന്നോവയും താറും അടക്കാം കേട്ടോ. ഇതിലും കൂടുതലൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബഡ്ജറ്റ് പ്രൈസിലാണ് നിങ്ങൾക്ക് കാണിച്ചത്. ഓഫേഴ്സും ഉണ്ട്. അതെ, വേറെ ആർക്കും തരില്ല കേട്ടോ ഓഫർ. നമ്മുടെ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞു വരുന്നവർക്ക് മാത്രമേ തരുള്ളൂ, അല്ലാത്തവർക്ക് ഒന്നും ഓഫർ ഇല്ല. അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ, നല്ല വണ്ടി ആഗ്രഹിക്കുന്നവരെല്ലാവരും വന്നോളൂ. അപ്പോൾ എന്തായാലും എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ എപ്പിസോഡായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.